വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലൊന്ന് പോകുന്നുണ്ട്. അടുത്തൊരു അമ്പലത്തിലാണ് പോകുന്നത്. ഇവിടെ നടന്നു പോകാനായിട്ടുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തുടർന്ന് വീഡിയോകളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കുഞ്ഞാവ് ഉറങ്ങാണ് കേട്ടോ, അവൻ എണീറ്റിട്ടില്ല. അപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കണം. ഹസ്ബൻഡ് കുളിക്കാൻ പോയേക്കാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴണം. അതേപോലെ തന്നെ അവിടെ അന്നദാനമുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കുക. അവിടെ നല്ല കഞ്ഞിയും പയറും അതേപോലെ തന്നെ അച്ചാറും കിട്ടോട്ടെ. അതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, അവിടെ നിന്ന് കഴിക്കുമ്പോൾ പ്രത്യേക വൈബുമാണ്, ടേസ്റ്റുമാണ്, മനസ്സും നിറയും വയറും നിറയും. അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് ചെന്നിട്ട് ഇനി അടുത്ത ഭാഗം കാണാം കേട്ടോ. ഓക്കേ, ടാറ്റാ. അപ്പോൾ അതേ അമ്പലത്തിലോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതേ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ, മൂന്നുപേരും കൂടി. അപ്പോൾ അതേ ആ ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടിയിട്ടാ. പുഷ്പാഞ്ജലി കഴിച്ചായിരുന്നു, അപ്പോൾ അത് കിട്ടി. പിന്നെ അതേ അന്നദാനം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് അത് കഴിക്കാനായിട്ട് തൊഴുത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടോ. അപ്പോൾ അവിടെ മൂന്നുപേരും കൂടെ ഇരുന്നത്. അപ്പോൾ ബെബുവിന് ഭയങ്കര സമ്മതിക്കണില്ല കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അവന് കുറച്ചായിട്ട് കോരി കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങളെക്കാളും മുമ്പ് ഷാരു കഴിച്ചിട്ടാ. ഞാൻ പറഞ്ഞു കഴിച്ചോ, നീ കൊച്ച് സമ്മതിക്കൂല, രണ്ടുപേരും കൂടി ഇരുന്നാൽ സമ്മതിക്കൂല. അപ്പം നീ കഴിച്ച് കഴിഞ്ഞിട്ട് നീ കൊച്ചിന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവൻ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ കഴിക്കണം നേരത്ത്. അപ്പോൾ കൊച്ചിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോരി കൊടുക്കണം കേട്ടോ. അതാണ് ഞാൻ അവനെ കൊടുക്കാതിരുന്നത്. അവനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മടിയിൽ തന്നെ ഇരുത്തിയിട്ടാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഇടഞ്ഞിട്ടാ, ആൾ വയലൻ്റായി. അപ്പം ഞാൻ കയ്യിലോട്ട് കൊടുത്ത്. എന്നാലും നല്ലൊരു വൈബാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് മനസ്സിന് എന്തെങ്കിലും സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിലൊക്കെ പോയി പറയുവാണെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു റിലീഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും അമ്പലത്തിലൊക്കെ പോണത്. നമുക്ക് ഒന്നും ഉള്ളു തുറക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ പറയാനോ. പോയിട്ട് തിരിച്ചു വന്നിട്ടാ കുറച്ച് നേരമായിട്ട് എത്തിയിട്ടത്, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഇവനേ കഞ്ഞി കുടിച്ചില്ല കേട്ടോ അമ്പലത്തിൽ നിന്ന്. ഒരു 2 സ്പൂൺ കുടിച്ചോളൂ. ഇപ്പോൾ വിശക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ദോശക്ക് ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദോശയും മസാല ദോശ ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ. മസാലയും ദോശ ഉണ്ടാക്കാം ബെബുവിന് കൊടുക്കാനായിട്ട്. ബെബുവിന് കുറുമ്പാണ് കണ്ട കാണിക്കാനാണ്ട. ഇത് കുമ്മനാണെന്ന് നോക്കി, ഇത് കുമ്മനാണെന്ന് നോക്കി. ചപ്പലും അത് കുമ്പിക്കാൻ പാടില്ല, പിടിപ്പിടങ്ങാൻ പാടില്ല. തമ്പൈനെ കണ്ട ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടില്ല കേട്ടാ. നടക്കാനുള്ള ശ്രമത്തിലാണ്. നിൽക്കും കുറച്ചധികം നേരമൊക്കെ നിൽക്കും. നടന്നങ്ങ് തുടങ്ങിയിട്ടില്ല കൊച്ചി. ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പക്ഷെ അവനെ ഭയങ്കര സ്പീഡിലാണ് നടന്നോളൂ. നമുക്ക് കൈ പിടിക്കുമ്പോൾ അവർക്ക് സ്പീഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കണം. അപ്പം ഞാൻ വേഗം തന്നെ ദോശ ചുടണേട്ടാ, ചുട്ടെടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഷാരുവിന് ഇപ്പം തന്നെ പോകണം. അപ്പം ഞാൻ കൊച്ചിനെ അവൻ്റെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത് കേട്ടാ. ഇവിടെ വേറെ ആരും ഇല്ല, അതുകൊണ്ട് പിടിക്കാനും ഇതിനൊന്നും ആരുമില്ല കൊച്ചിനെ. അപ്പം ഞാൻ അവൻ്റെ ഏൽപ്പിച്ചിട്ട് വേഗം തന്നെ ദോശ ചുട്ടെടുക്കുകയാണ്. മസാല ഉരുളക്കിഴങ്ങ് കറിയുമാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടാ. അപ്പം ഷാരുവിന് വേണ്ടാന്ന് പറഞ്ഞു. അവന് വയറ് നിറഞ്ഞ്, കാരണം കഞ്ഞി കുടിച്ചില്ല നന്നായിട്ട്. അപ്പോഴത്തേനും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേ അവൻ്റെ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേ വേഗം മേത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ, വലിയ ആളായിട്ട്. ഇപ്പോൾ ഒരു കരച്ചിൽ ചിലപ്പോൾ ഉണ്ടാവും, സാധ്യതയുണ്ട്. ഡെയിലി ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സങ്കടമാണ് പോകുമ്പോൾ, കാരണം ലേറ്റായിട്ടേ എത്തുള്ളൂ ആൾ. അപ്പോഴത്തേനും കൊച്ചിന് ഇത്തിരി നേരം കിട്ടുള്ളൂ കാണാനായിട്ട്. അപ്പം അവന് പോണ ഭയങ്കര സങ്കടമാണ്. അപ്പം വിട്ടൊന്നും വിടൂല. പോവാൻ അപ്പതേ നോക്കി നിൽക്കണേന്. അപ്പം
മേലൊക്കെ ചാരി പോണേട്ടാ. അപ്പോൾ ഇന്നത്തെ ബാക്കി പണിയൊക്കെ ചെയ്യണം. അപ്പോൾ ഓട്ടോ പോണവരെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കോട്ടാ. വേറെ ഒന്നുമില്ലല്ലോ പരിപാടി, അതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ എന്തേ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തേ പാത്രമൊക്കെ ഒന്ന് കഴുകാനായിട്ട് മാറ്റി വെക്കണം കേട്ടാ. ഞാൻ ഈ കിച്ചൺ ഇങ്ങനെയല്ല കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണത്. ഇത് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ നിരത്തി വെച്ചേക്കണം കേട്ടാ. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടാ. എൻ്റെ കിച്ചൺ ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം ഞാൻ അവിടെ ഒന്ന് ഗ്യാസിൻ്റെ അപ്പുറത്തെ അപ്പം ഞാൻ എൻ്റെ പേരടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരാളവിടെ നടന്ന് വരുന്നുണ്ട്. ഹായ്. അപ്പം നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചത് കഴിഞ്ഞിട്ട് പിന്നൊന്നും കാണിച്ചില്ലല്ലോ. അപ്പം ഞാൻ എന്താണ് കാണിക്കാതിരുന്നത്, ഈ ഫോണിൽ ചാർജ് കയറുന്ന കാരണം ഞാൻ കുത്തിയിട്ടേക്കണമായിരുന്നു. ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ രാത്രി കുത്തിയിടാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ കുത്തിയിട്ടേക്കായിരുന്നു. അപ്പം എന്ന് വെച്ചാലേ ഞാൻ മുറിയും ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ തുണി ഉണ്ടായിരുന്നു കുറച്ച് വിരിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ തണ്ണിമത്തൻ അവൻ കഴിച്ച്. തണ്ണിമത്തൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. മധുരം ഉണ്ട്, നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നു. എന്നിട്ട് ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ളതല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ഇല്ലേ, അത് നല്ല മധുരമുള്ളതായിരുന്നു. നല്ല നാടനായിട്ട് കിട്ടൂല അത്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി വയറച്ച് കഴിച്ച് അത് നന്നായിട്ട് ഫീഡ് ചെയ്ത് പാളം ഉറങ്ങിയിട്ടാ. കാണുന്നുണ്ടാ? കണ്ട ഇനി ഉറങ്ങിയിട്ടാ. ചക്കുട് ഉറങ്ങിയിട്ടാ. ഇച്ചിരി നേരം ഉറങ്ങോട്ട ആള്. നല്ലോണം ചൂടുണ്ടല്ലോ ഇപ്പം. തല വേർക്കണ്ട കൊച്ചിൻ്റെ. AC ഇടാൻ പറ്റൂലല്ലോ. എന്ത് കറണ്ട് ബില്ലാണ് വരുന്നത്. കാരണം പേടിയാണ്. പകലിടാൻ രാത്രി ഇടോട്ടാ കുറച്ച് നേരം. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ ഇതുണ്ട്. ഇന്നലെ ബീൻസ് തോരനും അതേപോലെ തന്നെ പരിപ്പും പടവലങ്ങയും കൂടി വെറുതെ തേങ്ങ രസമൊന്നും വെച്ചില്ല, വെറുതെ മുളക് ചാറായിട്ട് വെച്ചിട്ടാണ്. അപ്പം പിന്നെന്താണ്, അപ്പം അത് കഴിക്കണം. പിന്നെ ഇനി ഇവിടെ എണീറ്റ് ചെയ്യുമ്പോൾ ഒരു വിശപ്പ് വരുമല്ലോ. കൊച്ചുറങ്ങി എണീക്കുമ്പോഴത്തേനും ഒരു ദാഹവും വിശപ്പൊക്കെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നേരമായിട്ടൊക്കെ TV ഒക്കെ കണ്ടിരുന്നിട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ട് കേട്ടോ. തുണി കുറച്ചധികം ഉണ്ട് മടക്കാനായിട്ട്. ഞാൻ ഒറ്റക്കാണേ. ഞാൻ ഹസ്ബൻഡും കൊച്ചും മാത്രമേ ഉള്ളൂ ഇവിടെ. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും, അതൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബെബോ എണീറ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറ് കഴിച്ചിട്ടാണ്. ബീൻസ് തോരനും അതുപോലെ പടവലങ്ങയും പരിപ്പും കൂടി കറി വെച്ചതാണ് കേട്ടോ. ബീൻസ് അവന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മറ്റേത് അവനങ്ങനെ കൂട്ടിയിൽ ഇത്തിരി എരിവുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞങ്ങളിതേ കാർട്ടൂണൊക്കെ കണ്ടിരുന്നാണ്ടാണ് കഴിക്കണത്. അവന് ഉറക്കപ്പിച്ച കാരണം അങ്ങനെ. പിന്നെ ഇത് കുറച്ച് സ്വീറ്റ്സാണ് കേട്ടോ. അനിയൻ ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പേട പോലത്തെ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, കൊള്ളായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വല്ല ക്രേവിങ്സൊക്കെ വരുമ്പോൾ കഴിക്കും. അപ്പം ഞാനേ കുറച്ച് തുണി എടുത്തിട്ടുണ്ട് തയ്ക്കാനായിട്ട്. അപ്പോൾ എനിക്ക് അതിൽ വെക്കാനായിട്ട് ഒരു ലേസ് മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അപ്പം ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവർ രണ്ടുപേരും കൂടി വണ്ടിയിലിരുന്നെടുത്ത വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ലേസ് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചിട്ടാണ്. ശാരൂന് അത് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയപ്പം എന്നാൽ പിന്നെ എനിക്കും പൊറോട്ടയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കഴിച്ച്. അപ്പോൾ ഇവന് പൊറോട്ട ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവനിങ്ങനെ നോക്കിയിരിക്കണ്ടേന്ന് വിചാരിച്ച് ഞാനൊരു ചപ്പാത്തി മേടിക്കാൻ പറഞ്ഞിട്ടാ. അപ്പം ഞാനത് നുള്ളി വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അത് വെക്കണ സ്പീഡിൽ തന്നെ അവൻ തുപ്പി കളഞ്ഞിട്ട് ഒരിത്തിരി പോലും അവൻ കഴിച്ചില്ല. അവനിക്ക് അങ്ങനെ ചപ്പാത്തിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ തന്നെ വെറുതെ നോക്കിയിരിക്കണ്ടേന്ന് ഓർത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ബീഫൊന്നും കൊടുത്തില്ല, വെറുതെ ചപ്പാത്തി മാത്രം കൊടുത്തുള്ളൂ കേട്ടോ. അവൻ കഴിച്ചില്ല. എൻ്റെ വീട്ടിലാകുമ്പോൾ നമ്മള് ചാമ്പൊക്കെ ഉണ്ടായിരുന്നു. രസമൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടില്ലേ? നല്ല മധുരം ഉണ്ടാ. കാണാൻ ഭംഗി മാത്രമല്ല, ടേസ്റ്റ് ഉണ്ട്. എനിക്കത് കഴിക്കാതാ. പിന്നെ റിങ് വാങ്ങിച്ചിട്ടാ. റിങ് കാണിക്കാൻ ഇത് 2 റിങ് ഉണ്ട്. ഇത് പിന്നെ ഇത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സപ്പോർട്ട്
കുട്ടിയുടെ ഞങ്ങള് ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് ഫ്ലൈങ് കിസ് ഒക്കെ തരോട്ടെ. ഉമ്മ തരും. ഒരു ഉമ്മ നമുക്കൊരു ഉമ്മ തന്നെ. ഉമ്മ തരോട്ടാ. എപ്പോൾ ചോദിച്ചാലും ഉമ്മ തരും. അതൊക്കെ എൻ്റെ മോനറിയാട്ടാ. ഉമ്മ തന്നെ നമുക്കൊരു ഉമ്മ തന്നെ. ഗായ്സ്, അപ്പം നമുക്കേ വിചാരിച്ച സംഭവം നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമുക്ക് കിട്ടിയത് വേറൊരു ഐറ്റവും ഞാൻ നോക്കിയ സംഭവം നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആ കട അടച്ചിട്ടേക്കണേ. ആ കട അടച്ചിട്ടേക്കണമെന്ന് മാത്രമല്ല, ഞാൻ വേറൊരു കടയിൽ പോയി. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയപ്പോഴത്തേനും എന്താണ് അവിടെ ഭയങ്കര വലിയ സൈസായിട്ടുള്ള ലേസുകളാട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കിട്ടില്ല എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരു കട ഉണ്ട്. ആ കടയിൽ കയറിയപ്പം നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള വേറൊരു ലേസ് കിട്ടിയിട്ടാണ്. ഞാൻ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ല. എന്നാലും ആ ചേച്ചിയാണെങ്കിൽ ഭയങ്കര ധൃതി കേട്ടോ. ഭയങ്കര ധൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ട് അപ്പം തന്നെ എടുത്ത് വെക്കണം. നമുക്കിങ്ങനെ കുറച്ച് കണ്ടാലല്ലേ ഇതാണെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് സമ്മതിക്കല്ല കേട്ടോ പുള്ളിക്കാരി. എനിക്ക് ഭ്രാന്ത് പിടിച്ച് കൈ കിട്ടാതെ എടുത്തിട്ട് ഞാൻ ഇവിടെ പോകും. ദേഷ്യം ഇറങ്ങിക്ക് അങ്ങനെ കണ്ടത്. അപ്പോൾ കിട്ടിയത് ഈ ലേസാണ്. ഈ ലേസാണ് നമുക്ക് കിട്ടിയത്. വൈറ്റില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ലേസാണ് ഉദ്ദേശിച്ചത്. ഇതാണ് കിട്ടിയത്. കുഴപ്പമില്ല, നമുക്കിത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ കെട്ടി വെച്ചേക്കണേട്ടോ. അതിൻ്റെ പീസൊക്കെ മിസ്സാവാതിരിക്കുന്നുണ്ട്. കൊച്ചുള്ളത് കൊണ്ട് അവൻ അങ്ങാടും ഇങ്ങോട്ടൊക്കെ വലിച്ചിഴക്കുമല്ലോ. ഇപ്പം അവർ പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ പ്രായമല്ലേ. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഇനിയുള്ള എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് മോനെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒരു ജോലിയായിട്ട് എനിക്ക് പോകണമെന്നുള്ള ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് നമ്മൾ മാവ് നല്ല ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പകുതി നമ്മൾ ഇന്നെടുക്കും, പകുതി നാളെ എടുക്കും. അപ്പോൾ ചാരി ഓട്ടത്തിന് പോകട്ടോ. അവന് ഒരു ഓട്ടം കിട്ടിയായിരുന്നു വൈകിട്ടായപ്പോഴത്തേനും. ഞങ്ങളിവിടെ ആക്കിയിട്ട് പോയിട്ട് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇനി ഒന്നും കരുതാനില്ല. അപ്പോൾ നമുക്ക് ഇനി കിടന്നുറങ്ങാം മാത്രമേ ഉള്ളൂ. എന്തായാലും കൊച്ചു ഉറങ്ങില്ല, അപ്പം വരാണ്ട് അങ്ങനെ ഉറങ്ങില്ല. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹായ് ഫേവറേ, ഹായ് ഫേവറേ, ഹായ് ഫ്ലൈങ് ഓക്കെ. ഓക്കെ എന്നാൽ ഗൈസ്, ഗുഡ് നൈറ്റ്.